എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറഞ്ഞ ഒരു 50 ഇഞ്ച് ടി വി ആണ്. ഇതിൻ്റെ മദർ ബോർഡിൻ്റെ നമ്പർ ഒരു മിനിറ്റ്, മദർ ബോർഡ് നമ്പറോടെ പോയി അതിൻ്റെ കൂടെ TPMS 338 PC821. ഇത് പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് നോ പവറാണ്. നോ പവറില്ല. അപ്പം ഇതിപ്പോൾ നോ പവർ ആയതുകൊണ്ട് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇവിടെ ഈ വോൾട്ടേജ് വരുന്നു, കപ്പാസിറ്ററിൽ വോൾട്ടേജ് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്പിളായിട്ടങ്ങ് ഔട്ട്പുട്ടിലേക്ക് പോകാം. സിമ്പിളായിട്ട് 18 വോൾട്ട്. ഇത് ഓഡിയോ वोल्टेज ऑडियो IC वर्किंग वोल्टेज ആണ്. ओके भाई, इधर वोल्टेज आ रहे, इधर भी आ रहे, 12 വോൾട്ട് भी आ रहे. അപ്പം 18 വരുന്നുണ്ട്, 12 വോൾട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ഈ IC വർക്ക് ചെയ്യുന്നതിനുള്ളൊരു വോൾട്ടേജ് ഉണ്ട്. മെയിൻ IC വർക്ക് ചെയ്യുന്നതിനുള്ള വോൾട്ടേജ് അത് വേണ്ടിയെന്ന് പറഞ്ഞാൽ മെമ്മറിക്കുള്ള 3 വോൾട്ട്, പിന്നെ ഒരു 5 വോൾട്ട്. ഇതിലെല്ലാം എല്ലാ വോൾട്ടേജും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഈ IC വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, മെയിനായിട്ട് അതിന് വേണ്ടി 3.3, 1.5, പിന്നെ ഒത്തിരി മോഡലിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. ചിലതിനകത്ത് 1.5 ഉണ്ടാവും, 1.8 ഉണ്ടാവും, 3.3 ഉണ്ടാവും, 1.1 ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് കണ്ടോ 3.3 വർക്കിംഗ് ആണ്. 1 വോൾട്ടും വർക്കിംഗ് ആണ്. ഇവിടെ ഒരു വോൾട്ടേജ് വർക്കിംഗ് അല്ല, ആൻഡ് ഇവിടുത്തെ IC കത്തിപ്പോയിട്ടുണ്ട്. पहले ये सारा वोल्ट 3.3, 1 वोल्ट ये सारा आ रहे. इधर एक IC जल गया है, देखो. ഇവിടെ ഒരു IC കത്തിപ്പോയിക്കുന്നുണ്ടോ? ഇത് IC കത്തിപ്പോയിക്കുന്നതുകൊണ്ടാണ് ഈ TV വർക്ക് ചെയ്യാത്തത്. അത് നമ്മളൊന്ന് മാറ്റിയിട്ട് നോക്കും. ബാക്കി എല്ലാ വോൾട്ടേജും വരുന്നുണ്ട്. भाई लोग उधर एक IC जला हुआ है. Okay, here is one. Here, okay, here 1.2 volt, 5 volt, everything okay. 3.3 okay, 3.3 okay. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് കൊണ്ടാണ് ഓൾ വോൾട്ടേജ് ഈസ് ദെയർ, only one voltage is missing. This one 1.5, 1.3, 1.5 and 1.8, I don't know, I will check. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ആണ് മിസ്സിങ്. അപ്പോൾ അതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ വരുമില്ലെന്നുള്ളത് നോക്കാം. ഓക്കെ, നോ പവർ. ഓക്കെ, മോഡിബിൾ CA1235, 1.5, 1.8, 2.2, 2.5, 3.3, 5 volt maximum 2 ampere. Okay, I am selecting 1.5. First I am removing this IC. ഈ IC ഇളക്കി മാറ്റിയതിന് ശേഷം ഇത് കണക്ട് ചെയ്യും. ഫുൾ വീഡിയോ കാണുക. Now I am removing this IC. ഓക്കെ, ഓൾറെഡി ഐ റിമൂവ് ഹിയർ IC. ഈ IC ഇവിടുന്ന് ഇളക്കി മാറ്റി. എന്നിട്ട് ഇനി ഇതിൻ്റെ വയറിങ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഓൾറെഡി ഐ റിമൂവ് ദ IC. Now I am fixing CA module. Okay, already I remove here IC. ഈ IC ഇവിടുന്ന് ഇളക്കി മാറ്റി. എന്നിട്ട് ഇനി ഇതിൻ്റെ വയറിങ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഓൾറെഡി ഐ റിമൂവ് ദ IC. Now I am fixing CA module.
അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ ബാക്ക് പിന്നെ സ്റ്റാൻഡ് ബൈ ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെയിം PCB തന്നെയാണ് റിപ്പയർ ചെയ്തത്. കൂടുതലും ടി വികളിൽ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ PCBകൾ ചേഞ്ച് ആക്കുന്നതുകൊണ്ട് സെയിം ടു സെയിം ബോർഡ് എൻ്റെ അടുത്ത് റെഡി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേലത്തെ സെയിം ബോർഡ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഇത് അഫ്ട്രോണിൻ്റെ 50 ഇഞ്ച് TV, ഇത് 49 ഇഞ്ച് നോക്കിക്കോ, ഇത് 49 ഇഞ്ച് ഐക്കോൺ, സെയിം TV തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി ഇത് സ്റ്റാൻഡ് ബൈ നിന്ന് റിലീസ് ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട് എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. സ്റ്റാൻഡ് ബൈ റിലീസ് ആവുമോ എന്നുള്ളത് നോക്കിയിട്ട്. ഈ ലൈറ്റ് ശ്രദ്ധിച്ചോ, സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുന്നത് ഈ 2 പിന്നുകൾ തമ്മിലൊന്ന് ഷോർട്ട് ചെയ്താൽ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യും. സ്റ്റാൻഡ് ബൈ റിലീസായി, ബാക്ക് ലൈറ്റ് വന്നു, പെർഫെക്റ്റ്. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് TV വർക്കായി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ PCBകൾ റിപ്പയർ ചെയ്യുകയാണ് കൂടുതൽ ചെയ്യുന്നത്. റീപ്ലേസ് ചെയ്യുന്ന പരിപാടിയില്ല. മാക്സിമം റിപ്പയർ ചെയ്യുക. വളരെ ഇഷ്ടം പോലെ PCBകൾ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടം പോലെ PCBകളെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും റീപ്ലേസ് ചെയ്യാത്തില്ല, റിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് മാക്സിമം. ഓക്കെ, മാക്സിമം ഐ വിൽ ട്രൈ ടു റിപ്പയർ ദ PCB. ഐ എം നോട്ട് റീപ്ലേസിങ്. CRT time also, maybe by I think my lifetime I am replacing 2-3 PCB only. All maximum I will try to repair. എൻ്റെ ജീവിതകാലത്ത് ഇതുവരെയും ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ PCBകൾ റീപ്ലേസ് ചെയ്യാറില്ല. വളരെ അപൂർവമേ റീപ്ലേസ് ചെയ്യാറുള്ളൂ. റിപ്പയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഹാർഡ്വെയറിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. കിട്ടാൻ പറ്റാത്ത ഏത് PCBയും റിപ്പയർ ചെയ്തെടുക്കും. ഞാൻ ശ്രമിക്കാറുണ്ട്, റിപ്പയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടെന്ന് വെച്ചാൽ സർക്യൂട്ട് നോളജ് എല്ലാം ലഭിക്കും. ओके इन ഇതിൻ്റെ വീഡിയോസ് ഞാൻ കാണിക്കാം. भाई लोग ये टीवी रेडी हो गया है. ये इधर का 1.5 वोल्ट का IC डैमेज था. وزارة الإسكان توزيع الوحدات الإسكانية على المنتفعين في مشاريع المدن الإسكانية في كل من مدينة خليفة، مدينة شرق الحد، مدينة شرق سترة، وذلك تزامنا مع احتفالات مملكة البحرين بأعيادها الوطنية. وقد باشر إجراءات التوزيع سعادة المهندس باسم بن يعقوب الحمر وزير الإسكان، وذلك بموقع مدينة شرق الحد، وكذلك بمبنى وزارة الإسكان، حيث تجري التوزيعات وعمليات التخصيص بمواقع مختلفة تسهيلا وتسريعا على المواطنين المستحقين من المحافظات المختلفة. وأكد وزير الإسكان أن جدول التوزيع سيمتد حتى نهاية الشهر الجاري، متضمنا تسليم مفاتيح وحدات مدينة شرق الحد وتسليم شهادات التخصيص ضمن مدينتي شرق سترة وخليفة. Thank you for watching. ضمن وتيرة عمل سريعة ومستمرة. ഓക്കെ, നമ്മുടെ അങ്ങനെ എല്ലാ TV ഐക്കോൺ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാ ഫങ്ഷനും ഉണ്ട്, സ്മാർട്ടാണ്. भाई लोग ये TV देखो, एकदम സെയിം PCB हम റിപ്പയർ कर दिया. കണ്ടോ, സെയിം ആ PCB തന്നെ നമ്മൾ റിപ്പയർ ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് കഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ശ്രമിക്കുക. റെഡി ആയില്ലെങ്കിൽ പരാജയം ഏറ്റുവാങ്ങുക. അതിപ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഒന്ന് ശ്രമിക്കുക. പറ്റുമെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രമിക്കുക. പരാജയപ്പെട്ടാലും ഒന്നും സംഭവിക്കാനില്ല. നമുക്ക് അതേക്കുറിച്ച് ഒരു അറിവ് കിട്ടി, ആ PCBയെക്കുറിച്ച്. അത്രമാത്രം കണ്ട് മനസ്സിലാക്കുക, ശ്രമിക്കുക, പരാജയം ഏറ്റുവാങ്ങുക, ചിലപ്പോൾ വിജയം ഏറ്റുവാങ്ങുക. എന്തായാലും അതിനുവേണ്ടി മെനക്കെടുക, കഷ്ടപ്പെടുക, ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വിജയം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. TV is ready now, very well, perfectly. Only 1.5 volt IC fire damage. Only I fixed some module. TV is working perfectly. Thank you for watching. Thank you.